തൃശൂർ നന്ദിപുലം പയ്യൂർക്കാവിൽ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തിന് സമീപം ആനയെ തളച്ച സംഭവത്തിൽ സോഷ്യൽ ഫോറസ്ട്രി വകുപ്പ് കേസെടുത്തു. ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെയും ആനയുടെ പാപ്പാനെതിരെയുമാണ് നാട്ടാന പരിപാലന ചട്ടപ്രകാരം കേസെടുത്തത്. വെടിക്കെട്ടിനിടെ ആന വിരളുകയും പാപ്പാനെ തട്ടിയിടുകയും ചെയ്തിരുന്നു. അഖില എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടും പഠിക്കുന്നില്ലെന്നാണ് അല്ലേ? തീർച്ചയായും തന്നെയാ. കാരണം ഇതൊരു ശരിക്കും പറഞ്ഞ ആനയോട് ചെയ്യുന്ന ഒരു ക്രൂരത തന്നെയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ തന്നെ മറ്റൊരു ക്ഷേത്രത്തിലുണ്ടായ ഉത്സവത്തിൽ ഈ ആന ഇടഞ്ഞപ്പോൾ ആനയെ തളക്കുന്നതിന്റെ ഭാഗമായി ഇവർ വലിയ കല്ലും മറ്റ് വടിക്കഷങ്ങളും ഒക്കെ തന്നെ ആനയുടെ നേർക്ക് വലിച്ചെറിയുകയും പിന്നാലെ സോഷ്യൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ ആനയുടെ പാപ്പാന്മാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ ഇന്നലെ ഇത്തരത്തിൽ ഈ നന്ദിപുലം പയ്യൂർ കാവിലാണ് ഈ ഉത്സവത്തിന്റെ ഭാഗമായി 7 ആനകൾ എഴുന്നള്ളിച്ചിരുന്നു. അതിൽ ഈ ചെത്തല്ലൂർ ദേവിദാസൻ എന്ന് പറയുന്ന ആനയാണ് ഇത്തരത്തിൽ വെടിക്കെട്ട് നടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ പുറത്തു വന്നതാണ്. വളരെ തൊട്ടടുത്ത് ഏകദേശം ഒരു 10-20 മീറ്ററിൽ മാത്രം വ്യത്യാസത്തിലാണ് ആന നിലയുറപ്പിച്ചിരുന്നത്. ഈ പടക്കം പൊട്ടിയതോടുകൂടി തന്നെ വലിയ ചൂടും അതിന് ശബ്ദമൊക്കെ കേട്ടതോടെ ഈ ആന വിരളുകയാണ് ഉണ്ടായത്. വിരണ്ട തൊട്ടടുത്ത് നിൽക്കുകയും പാപ്പാനെ തട്ടിയിടുകയും ചെയ്തു. അപ്പോൾ അത്രത്തോളം ആനകളെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ആനയോട് ചെയ്യുന്ന ക്രൂരത തന്നെയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ സോഷ്യൽ ഫോറസ്ട്രി ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വെടിക്കെട്ട് നടക്കുന്ന പറമ്പിന് തൊട്ടടുത്ത് തന്നെ ആനയെ തളച്ചതിനാണ് ഇതിന്റെ പാപ്പാനെതിരെയും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര ഭാരവാഹികളെയും, അതായത് ഇവർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ്. ഈ ആന ഇത്ര അടുത്താണ് നിൽക്കുന്നതെന്നും ഈ വെടിക്കെട്ട് നടക്കുമ്പോൾ ഇതൊക്കെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ടും എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടാന പരിപാലന ചട്ടപ്രകാരം ഇവർക്കെതിരെ കേസ് ഇപ്പോൾ നിലവിൽ സോഷ്യൽ ഫോറസ്റ്റ് എടുത്തിരിക്കുന്നത്. തന്നെയാണ്. ശരി അഖിൽ.